കടുവാണ് കടുവ. നോക്കി വെട്ടിട്ടാ എനിക്കറിയാ. അപ്പൊ നൈറ്റ് ഫിഷിങ് ഇട്ടാ മഴക്കാലൊക്കെ അല്ലേ, നമ്മളെ കായലൊക്കെ നിറഞ്ഞ് കണ്ടങ്ങളിലേക്ക് വെള്ളം കയറാനായിരിക്കും. അപ്പൊ നമ്മള് കണ്ടത്തിൽ കയറിയ മീനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു മുപ്പല്ലിയൊക്കെ ഉണ്ടായിട്ട് കുത്തി പിടിക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ കമ്പനിക്കാരനും അവൻ്റെ പാപ്പൻ്റെ മോനുണ്ട്. അവനിപ്പോൾ കാലൊക്കെ കാണിച്ച് കുറേ മുന്നേ ഞങ്ങളിങ്ങനെ വെട്ടിപ്പിടിക്കാൻ വന്നിട്ട് മീനെ വെട്ടിയത് മാറിയിട്ട് കാലിന് വെട്ടിയത്, അങ്ങനെ 3 സ്റ്റിച്ചൊക്കെ ഇട്ടാണ് ആ കാലിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുതേ. ബെല്ലൈക്കൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നേട്ടങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമുക്ക് വെട്ടിപ്പിടിച്ച് കിട്ടിയ മീൻ. നമ്മൾ കൂട്ടുകാരന് വേറെ കിട്ടിയിരിക്കുന്നത് 2 മരിഞ്ഞീര് പിന്നെ കടുവുള്ള കാര്യം എന്നൊക്കെ പറയട്ടെ. 2 പൊരിക്കും. പൊരിക്കിന് പല പേരും പല നാട്ടിലും പലതും പറയും. അപ്പോൾ ശരി, വീഡിയോ കണ്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പുറം സൈഡിൽ ആൾക്കാരുള്ളൂ അല്ലേ? എനിക്കതാ തോന്നണേ. അങ്ങോട്ട് പോയി പിടിച്ചോക്കാം നമുക്ക്. അയലവിടെ ഇത് കണ്ടാണ്. കൊണ്ടുണ്ട്. പെട്ടെന്ന് പറ്റുമോ? അതുണ്ട്. ഇത് വെറുതെ ഇറക്കി ടവർച്ച് പിടിച്ചാ ഇതിലിട്ടിട്ട് പിടിച്ചോ. എന്നാ കത്തിച്ചോ, എമർജൻസി ഇട്ടിച്ചാൽ കത്തിച്ചോ. ഒക്കെ കൂടി കത്തിക്കണ്ട, ഒക്കെ കൂടി കത്തിച്ചാൽ പിന്നെ ചാർജ് പോകും. നടക്കുമ്പോൾ നോക്കി നടന്നിട്ടാ. ഈ കരിയോലൊക്കെ ചേറിലിങ്ങനെ പൂന്നെടുക്കുന്നുണ്ട്. പ്രശ്നമില്ല, വിഷമൊന്നുമില്ല. പിന്നെ വെറുതെ ബേജാറായിരിക്കേണ്ടി വരും. അവിടുത്തെ സൗണ്ട് ഞാൻ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യണ്ടിട്ടെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തവള കരച്ചിലും ജീവിയുടെ കരച്ചിലായിട്ട് നിങ്ങൾക്ക് പ്രാന്താവും കേട്ട്. ഞാനതിന് പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അങ്ങനെ എത്താൻ നേരത്തെ കണ്ട അവിടെ പോകണണ്ട. അതിൻ്റെ അടുത്ത് എത്തിയ നേരത്ത് അതിൻ്റെ അപ്പുറത്ത് കൂടെ വേറൊരു കണ്ണം പാസ് ചെയ്ത് വരാലില്ലേ, ഡൈനിങ് ഗേറ്റ് വലിപ്പുണ്ട്. അപ്പം ഞാൻ അതിനവിടെ ഇട്ടിട്ട് ഇതിനെ കുത്തി, വരാലിനെ കുത്തി. കണ്ട അതാ വരാൽ. അതിനിട്ട് അടിക്കിപ്പോൾ അത് കയറൂട്ട. അതല്ല, അതവിടെ ഉണ്ട്. ഇത് കണ്ണനാ. അത് കണ്ണനല്ല, അത് കടി. അതവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. എനക്കല്ലേ. ആ കടുവിനെ കിട്ടിയില്ല കേട്ടോ നമുക്ക്. അതാ മുപ്പല്ലിയുടെ 3 പല്ലില്ലേ, 3 മോന, ഇതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കയറി പൊടിഞ്ഞു. എന്നെ പൊക്കിയ മിസ്സായി. അതുകൊണ്ട് സിമ്മ് കാണില്ലേ കടു പറഞ്ഞ ചിലത്ത് കാര്യം എന്നൊക്കെ പറയുന്നു.
അവൻ എന്തായാലും മിസ്സായി പോയി. നല്ല കടിയായിരുന്നു. കണ്ണൻ ആ കടുവിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ കടു അങ്ങോട്ട് പോയപ്പോൾ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ കടുവിനെങ്കിൽ ലേശം വലുത് കണ്ണനെ കടുവിനോട് എത്തി. ഇവിടെ 2 കടുണ്ടായിരുന്നടാ. പക്ഷെ നടന്നു വരുമ്പോഴേക്കും ഒറ്റ പായ കിടന്നിട്ട്. ഈ ഒരു ദിവസം നല്ല മഴ ചെയ്തിട്ടേ പെട്ടെന്ന് വെള്ളം കയറിയതാ. നല്ല വെള്ളം കയറിയിരിക്കണം കണ്ടത്തിലൊക്കെ. നമ്മുടെ മുട്ടിൻ്റെ ലെവലിൽ വെള്ളമുണ്ട്. പിന്നെ ഒന്നാമത് ഈ താമര നടാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൊന്നാകെ ഇളക്കിയിട്ടേക്കണം ട്രാക്ടർ വെച്ചിട്ട്. അപ്പോൾ ചേറായിക്കണം. കാല് താമ്പടെ താന്നു പോവുക, കാല് കുത്തുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേ ഇപ്പറ സൈഡ് നോക്ക്. ഇപ്പറ സൈഡിക്കാ പോയുള്ളു. 2 സൈഡ് നോക്കിക്കോളാം. ആ സൈഡിൽ നിന്നാണ് മിസ്സായുള്ള സാധനം. ഒന്നിത്തിരി വലിപ്പമുള്ളതാണ്, ഒന്നൊരു ചെറുതും. നമുക്ക് ഇവിടെ നിന്ന് നോക്കി വെക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 അടിയുണ്ട് നടന്നാൽ പിന്നെ ചേർന്നാ ഇളകി കിടക്കുന്ന കാരണം വെള്ളം കലങ്ങും, പിന്നെ ഒന്നും കാണൂല. നമ്മൾ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഒന്നുണ്ട്, നമുക്ക് ഇപ്പം പിടിക്കാൻ. ഇപ്പം കുത്താം. അപ്പുറത്ത് നോക്കട്ടെ. അതാ പോകണ്ട നിൽക്കണില്ല. ഇങ്ങനെ പാഞ്ഞിറക്കാം. അത്യാവശ്യം വെള്ളമുള്ള കാരണം. കുട്ടിങ്ങൊന്നും അറിയില്ല. കുടുങ്ങിണ്ട്. കടുവാണ്. മീനിട്ടാ കടുവാണ്. കടുവ ഈ ഒരു വലിപ്പമുള്ളതും പിന്നെ ഒരു ചെറുതുണ്ടായിരുന്നു. പക്ഷെ ഇതാണോ കണ്ടേ അറിയില്ല. നീ കുത്തി പിടിച്ചാണ് തല ഊരി പോന്നിരുന്നു. വെള്ളം കൂടുതലാകുമ്പോ കുത്തിയാ കിട്ടൂല. വേറെ നമുക്കൊരു കണ്ണനെ കൂടി കിട്ടിയിട്ടാ. പിന്നെ ഒരു പൊരിക്കനെ കിട്ടി ഫോൺ വഴിക്ക്. എന്താ ക്യാമറ ഓഫായി, ചാർജ് കഴിഞ്ഞില്ല. അപ്പം ഒന്നും കറണ്ടൊന്നും ഇല്ല. രാവിലെ പോയതാ കറണ്ട്. അതിനെ ടോർച്ചിനും വിളിച്ചില്ല. ഇതാണ് നമ്മൾ കിട്ടിയ മോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ട് ഇങ്ങനെ വരാം. ബൈ.